മണി എത്രയെന്നറിയാവോ? അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കുക. ആ പിണ്ടാപ്രാണികളെല്ലാം ഇട്ട് നീ പിന്നെ തീറ്റ കൊടുക്കാതെ പോലും നീ നിനക്ക് പറ്റിയ പണിയല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. മറന്നുപോയി. ആ ഇവിടെ കിടന്നോടാ, നീ കിടന്നോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് അമ്മ എന്താ ഇങ്ങനെ വഴക്കിടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ വേറെ ഒന്നുമല്ല, ഞാൻ 2 ഫ്ലൈയിങ് ഡക്കിന് 2 കാടക്കോഴിയെ വാങ്ങിച്ചായിരുന്നു. പക്ഷേ അമ്മ അത് പറഞ്ഞായിരുന്നു മേടിച്ചാൽ ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ച് 2 ദിവസം അതിനെ ഞാൻ തീറ്റയിട്ട് കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം അമ്മയുടെ തലയിൽ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അമ്മ ആളിത്ര ബുദ്ധിമതിയാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ ഇപ്പോൾ എൻ്റെ തലയിൽ തന്നെ വെച്ച് തരുമോ, ഞാൻ തന്നെ ഫുഡ് കൊടുക്കണമെന്ന്. അമ്മ കൊടുക്കത്തില്ലെന്ന് ഭയങ്കര വാശി. പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ താമസിച്ച് പോയതുകൊണ്ട് അമ്മ എന്നെ ദേഷ്യപ്പെട്ട് വിളിച്ച് എഴുന്നേൽപ്പിച്ചാണ്. അങ്ങനെ ഞാൻ വന്ന് ഫ്ലൈയിങ് ഡക്കിന് തീറ്റ കൊടുക്കുവാണ്. ഇവന്മാർ 2 പേരും ഭയങ്കര വികൃതികളാണ്. നമ്മൾ കൊടുക്കുന്ന കൈക്കിട്ട് തന്നെ കൊത്തുന്ന ഫ്ലൈയിങ് ഡക്കാണ്. കാണുന്ന പോലെ ഇവന്മാർ പാവമല്ല കേട്ടോ. എൻ്റെ കൈക്കിട്ട് തന്നെയാണ് കയറി കൊത്താൻ വരുന്നത്. പക്ഷേ എൻ്റെ കൊത്ത് കൊണ്ടാൽ വേദനയൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അവന്മാർ നിന്ന് കഴിക്കുന്നുണ്ട്. അതിലാ വലിയവനാണ് വികൃതി. അവൻ മറ്റവനെ കൊണ്ട് കഴിപ്പിക്കത്തില്ല. ഇത് 2 പെടയാണ് കേട്ടോ. 2 കുരുവികളെ പോലെ ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഇവന്മാർ 2 പേരും പെടകളാണ്, അല്ലാതെ പൂവനല്ല കേട്ടോ. ഒരെണ്ണം പൂവനും ഒരെണ്ണം പെടയായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ ഞാൻ 2നെയും പെടയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഇവന്മാർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടലും കൊത്തുകൂടലൊക്കെയാണ്. 2 പെണ്ണുങ്ങളല്ലേ, പെൺപിള്ളേരങ്ങനെയാണല്ലോ, വഴക്കുണ്ടാക്കുമല്ലോ. അതുകൊണ്ട് 2 പേർക്കും തമ്മിൽ കണ്ടുകൂടാ. 2 പേരും ഭയങ്കര പ്രശ്നക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിക്കിമോൻ ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. എൻ്റെ പൂച്ചയാണ് കേട്ടോ. പൂച്ച ആണ് കിക്കിമോൻ. കിക്കിമോന് വേണ്ടിയിട്ടാണ് ഈ കൂട് മേടിച്ചത്. പക്ഷേ കിക്കിമോൻ ഇതിനകത്ത് നടക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് വലിയ കൂട് പണിയിപ്പിച്ച് അങ്ങനെ കിക്കിമോനെ വലിയ കൂടിലിട്ടിരിക്കുകയാണ്. ഒരു പൂച്ച എന്തിനാണ് ഇങ്ങനെ കൂട് പണിയിപ്പിച്ചൊക്കെ ഇട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ പൂച്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഭയങ്കര വില്ലനാണ് കേട്ടോ. ആൾ ഭയങ്കര വികൃതിയാണ്. അവനെ ആദ്യമേ ലീഷിലിട്ടപ്പോൾ എല്ലാവരും എന്നോട് കമൻ്റ് ഇട്ട് ചോദിക്കുമായിരുന്നു, ചേട്ടാ അതിനെ തുറന്നു വിടുക, അതൊരു പൂച്ചയല്ലേ, അത് പാവമല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവൻ പാവമൊന്നുമല്ല. അവൻ ഭയങ്കര പ്രശ്നക്കാരൻ പൂച്ചയാണ്. ഞാനവനെ ലീഷിലിട്ടപ്പോൾ അവൻ ലീഷ് അഴിച്ച് കഴിഞ്ഞ ദിവസം പോയായിരുന്നു. അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പം ഇവനെ വേറെ പൂച്ചകളൊക്കെ ആയിട്ട് കടിപിടി കൂടിയിട്ട് വന്നതല്ല. അപ്പം നമ്മളെ വല്ലതും മാന്തിയോ വല്ലതും ചെയ്താൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു കൂട് വാങ്ങിച്ച് അങ്ങനെ ഈ കൂടിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൂട്ടി അവന് നടക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ 2ാമത് ഒരു വലിയ കൂട് പണിയിപ്പിച്ച് അങ്ങനെ ആ കൂട്ടിൽ അവനെ മാറ്റി ഈ കൂട്ടിൽ നിന്ന് അതിലേക്ക് കയറ്റി. അങ്ങനെ ആ കൂട്ടിൽ അവൻ നിൽക്കുവാണ്. ആ പൂച്ചക്ക് മാത്രമേ അമ്മ ഫുഡ് കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇവന്മാർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചാണ്. അങ്ങനെ ഞാൻ വന്ന് ഈ ഫ്ലൈയിങ് ഡക്കിനൊക്കെ ഫുഡ് കൊടുത്ത്. പിന്നെ പഴയ പോലെ മറ്റേ പൂച്ചക്കും അമ്മക്ക് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ തന്നെയാണ് അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത്. ആ വാതിൽ മറ്റേ ആ പൂച്ചയുടെ കൂട് തുറക്കുകയാണെങ്കിൽ ആ പൂച്ച അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോകും. അതുകൊണ്ട് അമ്മക്ക് കൊടുക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അതിന് കൊടുക്കുന്നത്. പിന്നെ 2 കാടക്കോഴിയെ വാങ്ങിച്ചായിരുന്നു. ദേവുണ്ട് നമ്മുടെ കിക്കിമോൻ. അവിടെ പുലിയെപ്പോലെ ഉലാത്തുന്നവനാണ് കിക്കിമോൻ കേട്ടോ. കിക്കിമോൻ എന്ന് പറയുന്നത് എനിക്കൊരു അനിയനെ പോലെയാണ്. അവൻ കൊച്ചു പൂച്ചയൊന്നുമല്ല, ഇപ്പോൾ 4 വയസ്സ് പ്രായമുള്ളൊരു പൂച്ചയാണ്. ഒരു പുലിയുടെ അത്രയും ഉണ്ടായിരുന്നു ആദ്യമേയൊക്കെ. ഇപ്പം കിളവനായതുകൊണ്ട് അവന് വണ്ണമൊക്കെ പോയതാണ് കേട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആൾ നല്ല ഉരുണ്ട് നല്ല സിംഹക്കുട്ടിയെ പോലെ ആയിരുന്നത്. പിന്നെ ഞാൻ വെള്ളം കൊണ്ടുവന്ന് ഈ കാടക്കോഴിക്ക് കൊടുത്ത് പിന്നെ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത്. ഇതിന് കൊടുക്കുന്ന സ്റ്റാർട്ടറാണ് കേട്ടോ. അതുപോലെ നമ്മുടെ മറ്റേ ഈ ഫ്ലൈയിങ് ഡക്കിന് കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ്. അപ്പോൾ സ്റ്റാർട്ടറൊക്കെയാണ് ഇതുങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ആ കൂടൊക്കെ അടച്ച്. അത് കഴിഞ്ഞിട്ട് രാവിലെ എൻ്റെ ഇതിന് ഫുഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ തീർന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും എനിക്ക് പണി തന്നു. അമ്മ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞ് പോയി ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വൈകിട്ടും നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവന്മാർ 2 പേരും വികൃതിയാണ് കേട്ടോ. കാണും പോലെയൊന്നും അല്ല. അപ്പം ഞാനങ്ങനെ അവന്മാർക്ക് ഫുഡ് കൊടുക്കുന്നൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. പാട്ട് കേട്ടോ, കിക്കിയുടെ കച്ചേരി ഈണത്തിൽ പാടുന്നു.
പെണ്ണെ കുടുങ്ങി. അങ്ങനെ ഇവന്മാർക്ക് രണ്ടുപേർക്ക് തീറ്റ കൊടുത്ത്. ഇത് ഫ്ലൈങ് ഡക്കാണ് കേട്ടോ. ഇത് പറക്കുന്ന താറാവെന്നാണ് ഇവന് പറയുന്നത്. വലുതായി കഴിയുമ്പോൾ ചിറക് വിരിച്ച് പറക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആൾ രണ്ടുപേരും ഭയങ്കര വികൃതികളാണ് കേട്ടോ. അവന്മാർ രണ്ടുപേരും കൂടെ ഇടയ്ക്ക് കൊത്തുപിടിക്കുകയൊക്കെ ചെയ്യും. കഴിക്കുന്ന കാര്യത്തിൽ അവന്മാർ രണ്ടുപേരും ഭയങ്കര വാശിയാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയില്ലേ മറ്റേയാൾക്ക് അതൊരു പ്രശ്നമാണ്. അവൻ കിടന്ന് മറ്റവനോട്ട് കൊത്താൻ വേണ്ടി പോകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ കിക്കിമോന് ഫുഡ് കൊടുക്കും. അവൻ കിക്കിമോനും ഇവിടെ കൂട്ടി കിടന്ന് ഭയങ്കര കാറിലാണ്. കിക്കിമോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൈഡിൽ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് കിക്കിമോനുള്ള ക്യാറ്റ് ഫുഡാണ്. അപ്പോൾ കിക്കിമോന് കൊടുക്കല്ലേ, കിക്കിമോന് പിന്നെ പരാതിയാവും. കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പ്രശ്നം ഉണ്ടാക്കും. വേണ്ട കിക്കിമോന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. കിക്കി മാറ് എന്നാടാ ഇതിലിട്. ബാ കിക്കി വാ ബാ, അമ്മ തരാം അമ്മയുടെ ചക്കരയല്ലേ. ഒയ്യോടാ, അത് എന്ത് പണിയാണ് ഉണ്ടാക്കാൻ കൈയും കൊണ്ട് തന്നെ. മുന്നോട്ടല്ലടാ, പുറകോട്ട് തടവ്. മതി, കൂടുതലൊന്നും തടവുണ്ട്. താഴെ കുറേ കളഞ്ഞില്ല, അതേ പോയി. ചുച്ചു തക്കം നോക്കി നിൽക്കരുത്. അത് കൊള്ളാലോ. നിനക്ക് എല്ലാ സൗകര്യവും ഇണക്കി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനേൽ നല്ല വീട് വെച്ച് അറിയാവാ. ഇത്ര നല്ല വീടൊക്കെ നിനക്ക് വെച്ച് തന്നിട്ട് നിനക്ക് പിന്നെ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പൊക്കോളണം. അഴിച്ചു വിട്ടാ പോട്ടെ. കിട്ടിയ സമയത്ത് പോകാൻ നോക്കണം കൂട്ടുകാരെ. ആള് വിരുദ്ധനാണ് കേട്ടോ. കിക്കി ക്യാറ്റ് ഫുഡ് തിന്നുന്നുണ്ടോ? ഇത് കോഴി കുഞ്ഞുങ്ങളാണ്. ഇത് കാടക്കോഴിയാണ് കേട്ടോ. കാടക്കോഴി ഒരു രസത്തിന് വേണ്ടി മേടിച്ചതാണ്. അപ്പം ഇതിനെ ഞാൻ കൊണ്ടുവന്ന് ഒരു കൂട്ടിലിട്ടിരിക്കുകയാണ്. അപ്പം ഇതുങ്ങൾ രണ്ടുപേരും കൂടെ ഇടയ്ക്ക് കൊത്തു പിടിക്കും. ഇവന്മാരും ഭയങ്കര കുറുമ്പന്മാരാണ്. സന്ധ്യ കഴിഞ്ഞ് കോഴിക്കോട്ടിലും പൂച്ചക്കൂട്ടിലും ഒന്നും വന്ന് കൈയിടാൻ പറ്റിയില്ല. എല്ലാത്തിനും ആവശ്യത്തിന് നിറച്ച് വെച്ച് കൊടുത്തു. ഇതുങ്ങൾ രണ്ടും കൂടെ ഇടയ്ക്ക് കൊത്തു പിടിക്കും. കാണാൻ നല്ല രസമാണ്. കൊച്ചു കോഴികളായതുകൊണ്ട്. ഇവന് കിക്കിമോനും ഒരേ നിറമാണ്. അപ്പം ഞാൻ വിചാരിച്ച് കിക്കിമോൻ്റെ കൂടിൻ്റെ അടുത്ത് ഇവൻ്റെ കൂട് കൊണ്ടാ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊണ്ടാ വെച്ചതാണ്. അപ്പം കിക്കിമോൻ ഇവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പമ്മി പറഞ്ഞൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇപ്പം ഇത്രയും നേരം ഇരുന്നിട്ട് കിക്കിമോന് ഇവന്മാരെ പരിചയമായി. ഇനി നാളെ കാണിച്ച് തരാം കേട്ടോ. കിക്കിമോൻ്റെ വരവ് കാണിച്ചു തരാം നാളെ. കിക്കിമോൻ അത് ഇവന്മാരെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. നല്ല രസമാണ് കിക്കിമോൻ്റെ വരവ് കാണാൻ. ഇവന്മാരെ പിടിച്ച് തിന്നുമെന്നുള്ള രീതിയിലാണ് കിക്കിമോൻ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇവന്മാരെ കൊണ്ട് തൂക്കിയേക്കാം. ഇവന്മാരെ തീറ്റ താഴെ കിടക്കണം. നല്ല എലിയ വല്ലതും തിന്നാനായിട്ട് വന്നിരിക്കും. അങ്ങനെ ശ്രദ്ധയില്ലാതെ ഇട്ടതല്ലേടാ കുറേ. അത്രയും മതിയാവുന്നു. അങ്ങനെ ഇവന്മാരെ കൊണ്ട് തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ആ കിക്കിക്ക് കുറച്ചുകൂടെ ഇട്ടേക്കാൻ വേണ്ടി. രാത്രിക്കല്ലേ ഇതിനായിട്ട് വരാൻ പറ്റിയല്ലേ. അങ്ങോട്ടൊക്കെ നോക്കി കിക്കിമോനെ പുറത്ത് പോകണമെന്ന് വേണ്ട കാണിക്കണം. അതിന് തുറന്നു വിടണം. അതോ എനിക്കാണ് സങ്കടമാണ്. തുറന്നു വിട്ട് അവനെ പട്ടി കടിക്കും. അവനറിയാം അവൻ്റെ കാര്യം നോക്കാനായിട്ട്. പട്ടിയൊന്നും അവനെ കടിക്കുന്നില്ല. അവൻ 2 ദിവസം പുറത്ത് പോയിട്ട് അവനെ കടിച്ചാവല്ലോ. അവന് പോകാനും അറിയാൻ വരാനും. അപ്പോൾ നമുക്ക് അവന്മാരെന്തെടുക്കുമെന്നൊന്ന് പോയി നോക്കാം. നമ്മുടെ ഫ്ലൈങ് ഡക്ക് എന്തെടുക്കുമെന്ന് നോക്കാം. ഫ്ലൈങ് ഡക്ക് അവന്മാർക്ക് പക്ഷേ പേടിയാണ് കേട്ടോ. നമ്മൾ അടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ അവന്മാർ പുറകിലോട്ടൊക്കെ പോകും. ഭയങ്കര പേടിച്ച് നിൽക്കുവാണ്. ഇങ്ങനെ അവന്മാരെ കൂട് ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, ഇവന്മാരുടെ വീഡിയോ എടുത്ത് നിങ്ങളന്ന് ചുമ്മാ കാണിക്കാമെന്ന് വിചാരിച്ചൊരു വ്ളോഗ് പോലെ ചെറുതായിട്ട് ചെയ്തതാണ്. അല്ല വേറെ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മുടെ കിക്കിമോൻ ദേ അവിടെ നിൽപ്പുണ്ട് കണ്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.